ലൂമൺ യൂത്ത് സെൻ്ററിൻ്റെ നേതൃത്വത്തിലുള്ള വചന പഠന പാരായണ പരമ്പരയുടെ 41ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇന്ന് നമ്മൾ പഠനവിധേയമാക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 23ാമത്തെ അധ്യായവും ലേവ്യരുടെ പുസ്തകം 16ാമത്തെ അധ്യായവും സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് 77ാമത്തെ അധ്യായവുമാണ്. നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 23ാമത്തെ അധ്യായത്തിൽ നമ്മൾ തുടങ്ങുന്നു. വർഷത്തിൽ 3 മഹത്തായ ഉത്സവങ്ങൾ ആചരിക്കണമെന്ന് ദൈവം ഇസ്രായേൽക്കാരോട് കൽപ്പിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരണങ്ങളാണ് ഈ അധ്യായത്തിൽ മുഖ്യമായിട്ട് നമ്മൾ കാണുക. ഈ തിരുനാളിനായിട്ട് ജനം ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വെറും കൈയോടെ വരരുതെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ അവിടെ കാണും. കർത്താവിലേക്ക് നമ്മുടെ ജീവിതവും സന്തോഷവും സങ്കടവും ബലിയായി ബോധപൂർവം ബലിവേദിയിൽ നാം സമർപ്പിക്കണം. അത് കൊടുത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ ഇന്നത്തെ തിരുനാളുകളിലൊക്കെ ഈ ചൈതന്യം നിഴലിച്ചു നിൽക്കണമെന്ന് ഈ അധ്യായം ഓർമ്മപ്പെടുത്തുകയാണ്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2ാം ലേഖനം 8ാം അധ്യായം 12ാമത്തെ വചനത്തിൽ പൗലോസ് അപ്പസ്തോലൻ ഇപ്രകാരം പ്രതിപാദിക്കുന്നുണ്ട്: താൽപ്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവൻ്റെ കഴിവിനനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും. ദൈവമക്കൾ തങ്ങൾക്കുള്ളവ പരസ്പരം പങ്കുവയ്ക്കണം. ഇത് കർത്താവിന് സ്വീകാര്യമായ ആരാധനയാണ് എന്നാണ് പൗലോസ് അപ്പസ്തോലൻ പഠിപ്പിക്കുന്നത്. വിധവയുടെ കൊച്ചുകാശ് അവരുടെ ഉപജീവനത്തിനുള്ളത് സമർപ്പിച്ചുവെന്ന് പറഞ്ഞ് അത് ദൈവം അത്ര വിലയുള്ളതായിട്ട് കണ്ടുകെട്ടുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ അധ്യായത്തിൽ 25ാമത്തെ വചനത്തിൽ പറയുന്നത്: നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. 26ാമത്തെ വചനത്തിൽ പറയുക: ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല, നിങ്ങൾക്ക് ഞാൻ ദീർഘായുസ് തരും. ഇപ്പോൾ തിരുനാളുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചൈതന്യത്തിൽ കർത്താവിൻ്റെ പക്കലേക്ക് വന്ന് സമർപ്പണ തികവോടുകൂടി ദൈവാനുഗ്രഹങ്ങൾ സ്വന്തമാക്കേണ്ടതിൻ്റെ ആവശ്യകത പുറപ്പാടിൻ്റെ പുസ്തകം 23ാമത്തെ അധ്യായം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. തുടർന്ന് ലേവ്യരുടെ പുസ്തകം 16ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ തിരുനാളുകളെക്കുറിച്ച് തന്നെയുള്ള വിശദീകരണം നമ്മളവിടെ കാണും. അവിടെ പ്രധാനമായിട്ടും പാപപരിഹാര ദിനം ഒരു തിരുനാളായിട്ട് ആചരിക്കുന്നതിനെക്കുറിച്ചുള്ള വ്യക്തമാക്കലുകളാണ് നമ്മൾ കാണുക. യഹൂദരുടെ ജീവിതത്തിൽ അനുഷ്ഠിച്ചിരുന്ന 8 തിരുനാളുകളിൽ ഒന്നാണ് പാപപരിഹാര ദിന തിരുനാൾ. അത് ദൈവജനത്തിൻ്റെ പുനരുദ്ധാരണമായിരുന്നു പാപപരിഹാര തിരുനാളിൻ്റെ ഉദ്ദേശ്യം. യഹൂദൻ്റെ ഏറ്റവും വലിയ തിരുനാളായിരുന്നു പാപപരിഹാര ദിന തിരുനാൾ. തിരുനാളുകളുടെ തിരുനാൾ, ദ ഗ്രേറ്റസ്റ്റ് ഫീസ്റ്റ് എന്നാണ് ഈ പാപപരിഹാര ദിന തിരുനാൾ അറിയപ്പെട്ടിരുന്നത്. ജനത്തെ ദൈവം ഒരുമിച്ച് കൂട്ടുന്നതിനെ ഓർമ്മപ്പെടുത്തുന്ന തിരുനാളാണ് ഇത്. യഹൂദൻ്റെ കലണ്ടറിലെ ഏറ്റവും വിശുദ്ധമായ ദിനമാണ് പാപപരിഹാര ദിനം. ഇതൊരു നിർബന്ധിത ഉപവാസ ദിനമാണ്. ഈ തിരുനാളിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നത് തലേന്നാൾ വൈകുന്നേരമാണ്. പാപപരിഹാര ദിനത്തിൻ്റെ ഉദ്ദേശ്യങ്ങൾ അവിടെ മനസ്സിലാക്കി തരുന്നുണ്ട്. ഒന്നാമതായിട്ട് ജനത്തിൻ്റെ വിശുദ്ധീകരണമാണ് ലക്ഷ്യം. രണ്ടാമതായിട്ട് പ്രധാന പുരോഹിതൻ്റെ വിശുദ്ധീകരണം. ജനത്തിന് വേണ്ടി ബലിയർപ്പിക്കപ്പെടുന്ന പുരോഹിതൻ തന്നെ വിശുദ്ധീകരിക്കുന്നത്. മൂന്നാമതായിട്ട് സമാഗമ കൂടാരത്തിൻ്റെ വിശുദ്ധീകരണം. ബലി അർപ്പിക്കപ്പെടുന്ന സ്ഥലം വിശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത. നാലാമതായി പ്രധാന പുരോഹിതൻ അന്ന് ലളിതമായ വസ്ത്രങ്ങൾ മാത്രം ധരിച്ചു വേണം തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ. അഞ്ചാമതായി ഒരു വ്യക്തി പോലും സമാഗമ കൂടാരത്തിൽ ഈ ബലിയർപ്പണ സമയത്ത് ഉണ്ടാകരുത്. പ്രധാന പുരോഹിതൻ ഒറ്റയ്ക്ക് ഈ ബലിയർപ്പിക്കണം. ആറാമതായി പുരോഹിതൻ കൈ കഴുകണം. ബലിയർപ്പണത്തിനുള്ളൊരു ഒരുക്കത്തെ അത് സൂചിപ്പിക്കുകയാണ്. തന്നെ വിശുദ്ധീകരിക്കുന്നതിൻ്റെ പ്രതീകമായിട്ട് കൂടി അതവിടെ നിലകൊള്ളുന്നു. ഏഴാമതായിട്ട് പറയുന്നത് ഒരു കാളയെ 2 കോലാടുകളെ ബലിയർപ്പിക്കണം പുരോഹിതൻ. ഒരു കാളയെ ബലിയർപ്പിക്കുന്നത്
തൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. പുരോഹിതൻ്റെ വ്യക്തിപരമായ പാപപരിഹാരത്തിൻ്റെ പ്രതീകം. 2 കോലാടുകളെ കൊണ്ടുവരും. എന്നിട്ട് പറയുക, അതിനെ നറുക്കിട്ട് ദൈവത്തിന് കിട്ടുന്നതിനെ ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തണം, അതുപോലെ തന്നെ മറ്റൊന്നിനെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തണം. എല്ലാ ജനത്തിൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി ഏറ്റുപറഞ്ഞ് ആട്ടിന്മേൽ ചുമത്തും. ആ ആടിൻ്റെ മേൽ ചുമത്തിയിട്ട് ആ ആടിനെ മരുഭൂമിയിലേക്ക് ആ ജനം അടിച്ച് ഓടിച്ചു വിടും. ഇപ്രകാരമായിരുന്നു അവരുടെ പാരമ്പര്യത്തിലുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ട വർഷം ഇപ്രകാരം അടിച്ചോടിച്ചു വിട്ട ആട് തിരിച്ചു വന്നുവെന്നാണ് അവരുടെ ഐതിഹ്യത്തിൽ, അവരുടെ പാരമ്പര്യത്തിൽ പറഞ്ഞു വെക്കുക. അത്രയും നാൾ പറഞ്ഞു വിട്ടത് ഇങ്ങനെ മരുഭൂമിയിലേക്ക് അലഞ്ഞു തിരിഞ്ഞ് അത് പോയി അത് ചത്തുപോകുന്നൊരവസ്ഥയിലായിരുന്നെങ്കിൽ, ക്രിസ്തുവിൻ്റെ ബലി അർപ്പിച്ച വർഷം, ക്രൂശിതനായ വർഷം ഈ ആട് തിരിച്ചു വന്നുവെന്നാണ് പറയുക. ഒരിക്കൽ പോലും മരുഭൂമിയിലേക്ക് പോയി തിരിച്ചു വരാത്ത ആട് യേശു കുരിശിൽ മരിച്ച വർഷം തിരിച്ചു വന്നത് അതിൻ്റെ ഭാഗധേയം പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. പകരം ഈശോ എന്നേക്കും ബലിയായിട്ട് തീർന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് അവിടെ നമ്മൾ കണ്ടുമുട്ടുന്നു. അവസാനമായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 77-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വഴി നടത്തുന്ന ദൈവത്തെ ഓർത്തെടുക്കുകയാണ്. അവിടെ ദൈവത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു. കണ്ണു ചിമ്മാൻ അവിടെ എന്നെ അനുവദിക്കുകയില്ല. ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ ഓർമ്മിക്കും. പണ്ടങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും. അവിടുത്തെ കരം അവിടുത്തെ ജനത്തെ രക്ഷിച്ചു. അവിടുത്തെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ അങ്ങ് നയിച്ചു. കൂട്ടായ്മയിൽ, ഐക്യത്തിൽ, ഒരേ പിതാവിൻ്റെ മക്കളെന്ന സമഭാവനയിൽ അവരെ നയിച്ചുവെന്നാണ് സങ്കീർത്തനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അധ്യായം 23. വ്യാജവാർത്ത പ്രചരിപ്പിക്കരുത്. കള്ളസാക്ഷ്യം നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കരുത്. ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത്. ഭൂരിപക്ഷത്തോട് ചേർന്ന് നീതിക്കെതിരായി കോടതിയിൽ സാക്ഷ്യം നിൽക്കരുത്. വ്യവഹാരത്തിൽ ദരിദ്രന് പ്രത്യേക പരിഗണന നൽകരുത്. ശത്രുവിൻ്റെ കാളയോ കഴുതയോ വഴിതെറ്റിപ്പോകുന്നത് കണ്ടാൽ അതിനെ അവൻ്റെ അടുക്കൽ തിരിച്ചെത്തിക്കണം. നിന്നെ വെറുക്കുന്നവൻ്റെ കഴുത ചുമടിനു കീഴെ വീണ് കിടക്കുന്നത് കണ്ടാൽ നീ കടന്നു പോകരുത്. അതിനെ എഴുന്നേൽപ്പിക്കാൻ അവനെ സഹായിക്കണം. വ്യവഹാരത്തിൽ ദരിദ്രന് നീതി നിഷേധിക്കരുത്. തെറ്റായ കുറ്റാരോപണത്തിൽ നിന്നൊഴിഞ്ഞു നിൽക്കുക. നിഷ്കളങ്കരെയും നീതിമാന്മാരെയും വധിക്കരുത്. ദുഷ്ടനെ ഞാൻ വെറുതെ വിടുകയില്ല. കൈക്കൂലി വാങ്ങരുത്. അത് വിജ്ഞനെ അന്ധനാക്കുകയും നീതിമാനെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പരദേശികളെ പീഡിപ്പിക്കരുത്. ഈജിപ്തിൽ പരദേശികളായിരുന്ന നിങ്ങൾക്ക് പരദേശികളുടെ ഹൃദയവികാരങ്ങൾ അറിയാമല്ലോ. നീ നിന്റെ വയലിൽ 6 വർഷം വിതച്ച് വിളവെടുത്തുകൊള്ളുക. 7-ാം വർഷം അത് വിതയ്ക്കാതെ വെറുതെ കിടക്കട്ടെ. നിന്റെ ജനത്തിലെ ദരിദ്രർ അതിൽ നിന്ന് ഭക്ഷ്യം ശേഖരിക്കട്ടെ. പിന്നെയും അവശേഷിക്കുന്നത് വന്യമൃഗങ്ങൾ തിന്നുകൊള്ളട്ടെ. മുന്തിരിത്തോട്ടവും ഒലിവത്തോട്ടവും സംബന്ധിച്ചും ഇപ്രകാരം തന്നെ ചെയ്യണം. 6 ദിവസം ജോലി ചെയ്യുക, 7-ാം ദിവസം വിശ്രമിക്കണം. നിന്റെ കാളയും കഴുതയും വിശ്രമിക്കട്ടെ. നിന്റെ ദാസിയുടെ പുത്രനും പരദേശിയും ക്ഷീണം തീർക്കട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ വയ്ക്കണം. അന്യദേവന്മാരുടെ നാമം സ്മരിക്കരുത്. അത് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാനിടയാവരുത്. എൻ്റെ ബഹുമാനത്തിനായി വർഷം തോറും 3 തവണ നിങ്ങൾ ഉത്സവം ആഘോഷിക്കണം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആചരിക്കണം. ഞാൻ കൽപ്പിച്ചിട്ടുള്ളതുപോലെ അബീബു മാസത്തിലെ 7 നിശ്ചിത ദിവസങ്ങളിൽ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. എന്തെന്നാൽ ആ മാസത്തിലാണ് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നത്. എൻ്റെ മുൻപിൽ വെറും കൈയോടെ വരരുത്. വയലിൽ നിന്ന് ആദ്യഫലങ്ങൾ കൊയ്തെടുക്കുമ്പോൾ പുത്തരി പെരുന്നാളും വർഷാവസാനം പ്രയത്നഫലം ശേഖരിച്ചു കഴിയുമ്പോൾ സംഭരണ തിരുനാളും ആഘോഷിക്കണം. പുരുഷന്മാരെല്ലാവരും വർഷത്തിൽ 3 പ്രാവശ്യം ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഹാജരാവണം. ബലിമൃഗത്തിൻ്റെ രക്തം പുളിപ്പുള്ള അപ്പത്തോടൊന്നിച്ച് എനിക്ക് അർപ്പിക്കരുത്. ഉത്സവ ദിനത്തിൽ അർപ്പിക്കുന്ന ബലിയുടെ കൊഴുപ്പ് പ്രഭാതം വരെ സൂക്ഷിക്കുകയുമരുത്. വയലിലെ ആദ്യവിളവിൻ്റെ ആദ്യഫലം നിന്റെ ദൈവമായ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരണം. ആട്ടിൻകുട്ടിയെ അതിൻ്റെ തള്ളയുടെ പാലിൽ വേവിക്കരുത്. ഇതാ, ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും.
ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. അവൻ പറയുന്നതെല്ലാം ആദരപൂർവം അനുസരിക്കണം. അവനെ പ്രകോപിപ്പിക്കരുത്. എന്റെ നാമം അവനിലുള്ളത് നിമിത്തം നിന്റെ അതിക്രമങ്ങൾ അവൻ ക്ഷമിക്കുകയില്ല. അവന്റെ വാക്ക് കേൾക്കുകയും ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ നിന്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും, നിന്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയുമായിരിക്കും. എന്റെ ദൂതൻ നിനക്ക് മുൻപേ പോയി നിന്നെ അമോര്യർ, ഹിത്യർ, പെരീസ്യർ, കനാന്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ ഇടയിലേക്ക് നയിക്കും. അപ്പോൾ ഞാൻ അവരെ നിശേഷം നശിപ്പിക്കും. നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. അവരുടെ ആചാരങ്ങൾ അനുകരിക്കരുത്. അവരുടെ ദേവന്മാരെ നശിപ്പിക്കുകയും ആരാധനാ സ്തംഭങ്ങൾ തകർക്കുകയും ചെയ്യണം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. നീ ചെന്നെത്തും മുൻപേ നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടുന്നതിന് ഞാനിടയാക്കും. അവരിൽ സംഭ്രമം ജനിപ്പിക്കും. നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും. നിനക്ക് മുൻപേ ഞാൻ കടന്നലുകളെ അയക്കും. അവ ഹിവ്യർ, കനാന്യർ, ഹിത്യർ എന്നിവരെ നിന്റെ മുമ്പിൽ നിന്ന് തുരത്തും. എന്നാൽ ഒറ്റ വർഷം കൊണ്ട് അവരെ നിന്റെ മുൻപിൽ നിന്ന് തുടച്ചു മാറ്റുകയില്ല. അങ്ങനെ ചെയ്താൽ നാട് വിജനമാകുകയും നിനക്ക് ഉപദ്രവകാരികളായ വന്യമൃഗങ്ങൾ പെരുകുകയും ചെയ്യും. നീ വർദ്ധിച്ച് നാട് കൈവശപ്പെടുത്തുന്നതിനനുസരിച്ച് അവരെ നിന്റെ മുൻപിൽ നിന്ന് ഞാൻ പുറന്തള്ളിക്കൊണ്ടിരിക്കും. നിന്റെ അതിർത്തികൾ ചെങ്കടൽ മുതൽ ഫിലിസ്ത്യ കടൽ വരെയും മരുഭൂമി മുതൽ യൂഫ്രട്ടീസ് നദി വരെയുമായി ഞാൻ നിശ്ചയിക്കും. തദ്ദേശവാസികളെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. നീ അവരെ നിന്റെ മുൻപിൽ നിന്ന് തുരത്തണം. അവരോടോ അവരുടെ ദേവന്മാരോടോ നീ ഉടമ്പടി ചെയ്യരുത്. അവർ നിന്റെ നാട്ടിൽ വസിച്ചുകൂടാ. വസിച്ചാൽ എനിക്കെതിരായി പാപം ചെയ്യാൻ അവർ നിന്നെ പ്രേരിപ്പിക്കും. നീ അവരുടെ ദേവന്മാരെ ആരാധിച്ചാൽ അത് നിനക്കൊരു കെണിയായിരിക്കുകയും ചെയ്യും. അധ്യായം 16. അഹറോന്റെ 2 പുത്രന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് മരിച്ചതിനു ശേഷം കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, നിന്റെ സഹോദരനായ അഹറോനോട് അവൻ മരിക്കാതിരിക്കേണ്ടതിന് തിരശ്ശീലയ്ക്കുള്ളിലെ ശ്രീകോവിലിൽ പെട്ടകത്തിന് മുകളിലെ കൃപാസനത്തിന് മുൻപിൽ ഏതു സമയത്തും പ്രവേശിക്കരുതെന്ന് നീ പറയണം. കാരണം കൃപാസനത്തിന് മുകളിൽ ഒരു മേഘത്തിൽ ഞാൻ പ്രത്യക്ഷപ്പെടും. അഹറോൻ ശ്രീകോവിലിൽ പ്രവേശിക്കേണ്ടത് ഇങ്ങനെയാണ്: പാപപരിഹാര ബലിക്ക് ഒരു കാളക്കുട്ടിയെയും ദഹനബലിക്ക് ഒരു മുട്ടാടിനെയും കൊണ്ടുവരണം. വിശുദ്ധമായ ചണക്കുപ്പായവും ചണം കൊണ്ടുള്ള കാൽച്ചട്ടയും അരപ്പട്ടയും തൊപ്പിയും ധരിച്ചു വേണം വരാൻ. ഇവ വിശുദ്ധ വസ്ത്രങ്ങളാണ്. ശരീരം വെള്ളം കൊണ്ട് കഴുകിയതിനു ശേഷം വേണം അവ ധരിക്കാൻ. ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അവൻ പാപപരിഹാര ബലിക്കായി 2 ആൺകോലാടുകളെയും ദഹനബലിക്കായി ഒരു മുട്ടാടിനെയും എടുക്കണം. അഹറോൻ തനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായി കാളക്കുട്ടിയെ അർപ്പിക്കണം. അങ്ങനെ തനിക്കും കുടുംബത്തിനും വേണ്ടി പാപപരിഹാരം ചെയ്യണം. അനന്തരം 2 കോലാടുകളെയും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരണം. അഹറോൻ കുറിയിട്ട് ആടുകളിലൊന്നിനെ കർത്താവിനും മറ്റേതിനെ അസസേലിനുമായി നിശ്ചയിക്കണം. കർത്താവിനായി കുറിവീണ ആടിനെ കൊണ്ടുവന്ന് പാപപരിഹാര ബലിയായി അർപ്പിക്കണം. എന്നാൽ അസസേലിനായി കുറിവീണ ആടിനെ പാപപരിഹാരം ചെയ്യുന്നതിനും അസസേലിനായി മരുഭൂമിയിലേക്ക് വിട്ടയക്കുന്നതിനും വേണ്ടി ജീവനോടെ കർത്താവിന്റെ മുൻപിൽ നിർത്തണം. അഹറോൻ തനിക്കും കുടുംബത്തിനും വേണ്ടി പാപപരിഹാര ബലിയായി കാളക്കുട്ടിയെ സമർപ്പിക്കണം. അവൻ അതിനെ കൊല്ലണം. അനന്തരം കർത്താവിന്റെ സന്നിധിയിലെ ബലിപീഠത്തിന്മേലുള്ള തീക്കനൽ നിറച്ച ധൂപകലശമേന്തി സുരഭിലമായ കുന്തുരുക്കപ്പൊടി കൈകളിൽ നിറച്ച് തിരശ്ശീലയ്ക്കകത്തു വരണം. താൻ മരിക്കാതിരിക്കാൻ വേണ്ടി സാക്ഷ്യപേടകത്തിന്മേലുള്ള കൃപാസനത്തെ ധൂപപടലം കൊണ്ട് മറയ്ക്കുന്നതിന് കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് അവൻ കുന്തുരുക്കം തീയിലിടണം. അനന്തരം കാളക്കുട്ടിയുടെ കുറെ രക്തമെടുത്ത് കൈവിരൽ കൊണ്ട് കൃപാസനത്തിന്മേൽ മുൻഭാഗത്ത് തെളിക്കണം. അതുപോലെ കൃപാസനത്തിന്റെ മുൻപിലും 7 പ്രാവശ്യം തളിക്കണം. ജനങ്ങളുടെ പാപപരിഹാര ബലിക്കുള്ള കോലാടിനെ കൊന്ന് അതിന്റെ രക്തം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവന്ന് കാളക്കുട്ടിയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ കൃപാസനത്തിന്മേലും കൃപാസനത്തിന്റെ മുൻപിലും തളിക്കണം. അങ്ങനെ ഇസ്രായേൽ ജനത്തിന്റെ അശുദ്ധിയും തിന്മകളും പാപങ്ങളും നിമിത്തം അഹറോൻ വിശുദ്ധ സ്ഥലത്തിനു വേണ്ടി പാപപരിഹാരം ചെയ്യണം. അവരുടെ ഇടയിൽ
അവരുടെ അശുദ്ധിയുടെ മധ്യേ സ്ഥിതി ചെയ്യുന്ന സമാഗമ കൂടാരത്തിനു വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യണം. പുരോഹിതൻ തനിക്കും കുടുംബത്തിനും ഇസ്രായേൽ ജനത്തിന് മുഴുവനും വേണ്ടി പാപപരിഹാരം ചെയ്യുന്നതിനായി ശ്രീകോവിലിൽ പ്രവേശിച്ചിട്ട് തിരിച്ചു വരുന്നതുവരെ ആരും സമാഗമ കൂടാരത്തിൽ ഉണ്ടായിരിക്കരുത്. അനന്തരം അവൻ കർത്താവിന്റെ സന്നിധിയിലുള്ള ബലിപീഠത്തിലേക്ക് ചെന്ന് അതിനുവേണ്ടിയും പാപപരിഹാരം ചെയ്യണം. കാളക്കുട്ടിയുടെയും കോലാടിന്റെയും കുറച്ച് രക്തമെടുത്ത് ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. കുറെ രക്തമെടുത്ത് വിരൽ കൊണ്ട് 7 പ്രാവശ്യം അതിന്മേൽ തളിച്ച് അതിനെ ശുദ്ധീകരിക്കുകയും ഇസ്രായേൽ ജനത്തിന്റെ അശുദ്ധിയിൽ നിന്ന് പവിത്രീകരിക്കുകയും ചെയ്യണം. ശ്രീകോവിലിനും സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും വേണ്ടി പാപപരിഹാരം ചെയ്തതിനു ശേഷം ജീവനുള്ള കോലാടിനെ കൊണ്ടുവരണം. അതിന്റെ തലയിൽ കൈകൾ വെച്ച് അഹറോൻ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഏറ്റുപറയണം. അവയെല്ലാം അതിന്റെ ശിരസിൽ ചുമത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് വിടണം. കോലാട് അവരുടെ കുറ്റങ്ങൾ വഹിച്ചുകൊണ്ട് വിജനപ്രദേശത്തേക്ക് പോകട്ടെ. ആടിനെ നയിക്കുന്ന ആൾ അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം. അനന്തരം അഹറോൻ സമാഗമ കൂടാരത്തിൽ ചെന്ന് ശ്രീകോവിലിൽ പ്രവേശിച്ചപ്പോൾ ധരിച്ചിരുന്ന ചണവസ്ത്രങ്ങൾ ഊരിവെക്കണം. അവൻ വിശുദ്ധ സ്ഥലത്ത് വെച്ച് ദേഹം വെള്ളം കൊണ്ട് കഴുകി സ്വന്തം വസ്ത്രം ധരിച്ചു വന്ന് തനിക്കും ജനത്തിനും വേണ്ടി ദഹനബലിയർപ്പിച്ച് പാപപരിഹാരം ചെയ്യണം. ബലിമൃഗത്തിന്റെ മേധസ് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. കോലാടിനെ അസസേലിനു വേണ്ടി കൊണ്ടുപോയവൻ തന്റെ വസ്ത്രങ്ങളും ദേഹവും വെള്ളത്തിൽ കഴുകിയതിനു ശേഷമേ പാളയത്തിലേക്ക് വരാവൂ. ശ്രീകോവിലിൽ പാപപരിഹാര ബലിക്കുള്ള രക്തത്തിനായി കൊന്ന കാളക്കുട്ടിയെയും കോലാടിനെയും പാളയത്തിന് വെളിയിൽ കൊണ്ടുപോകണം. അവയുടെ തോലും മാംസവും ചാണകവും തീയിൽ ദഹിപ്പിച്ച് കളയണം. അത് ദഹിപ്പിക്കുന്നവൻ തന്റെ വസ്ത്രവും ശരീരവും വെള്ളത്തിൽ കഴുകിയതിന് ശേഷമേ പാളയത്തിൽ പ്രവേശിക്കാവൂ. ഇത് നിങ്ങൾക്കെന്നേക്കുമുള്ള നിയമമാണ്. 7-ാം മാസം 10-ാം ദിവസം നിങ്ങൾ ഉപവസിക്കണം. നിങ്ങളോ നിങ്ങളുടെ ഇടയിലുള്ള വിദേശീയരോ അന്ന് ജോലി ചെയ്യരുത്. പാപങ്ങളിൽ നിന്നെല്ലാം ശുദ്ധീകരിക്കപ്പെടാനായി നിങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്ന ദിവസമാണത്. നിങ്ങൾക്കിത് വിശ്രമം നൽകുന്ന വിശുദ്ധ സാബത്ത് ദിവസമാണ്. നിങ്ങൾ ഉപവാസം അനുഷ്ഠിക്കണം. ഇത് എന്നേക്കുമുള്ള നിയമമാണ്. സ്വപിതാവിന്റെ സ്ഥാനത്ത് അഭിഷിക്തനായി പ്രതിഷ്ഠിക്കപ്പെട്ട പുരോഹിതൻ പരിശുദ്ധമായ ചണവസ്ത്രങ്ങൾ അണിഞ്ഞ് പാപപരിഹാരം ചെയ്യണം. ശ്രീകോവിലിനും സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും പുരോഹിതന്മാർക്കും ജനസമൂഹത്തിനും വേണ്ടി അവൻ പാപപരിഹാരം ചെയ്യണം. ഇസ്രായേൽ ജനത്തിന്റെ പാപങ്ങൾ നിമിത്തം അവർക്ക് വേണ്ടി വർഷത്തിലൊരിക്കൽ പാപപരിഹാരം ചെയ്യണമെന്നത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ഒരു നിയമമാണ്. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ പ്രവർത്തിച്ചു. സമുദ്രത്തിലൂടെ വഴിയുള്ളവൻ, പെരുവെള്ളത്തിലൂടെ പാതയുള്ളവൻ. കർത്താവിന്റെ കാൽപ്പാടുകൾ അദൃശ്യമായിരുന്നു. ഇസ്രായേലിനെ ചരിത്രത്തിലൂടെ കരം പിടിച്ചു നടത്തിയവൻ തന്റെ വ്യക്തിജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണോ എന്ന് ചോദിക്കുന്ന സങ്കീർത്തകനെയാണ് 77-ാം സങ്കീർത്തനത്തിൽ നാം കണ്ടുമുട്ടുന്നത്. ദൈവത്തോടുള്ള പരാതിയും പ്രാർത്ഥനയുടെ ഭാഗമാണ്. ഞാൻ ദൈവത്തോടുച്ചത്തിൽ നിലവിളിക്കും, അവിടുന്നു കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും. ഞാൻ ദൈവത്തോടുച്ചത്തിൽ നിലവിളിക്കും, അവിടുന്നു കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും. ഞാൻ ദൈവത്തോടുച്ചത്തിൽ നിലവിളിക്കും, അവിടുന്നു കേൾക്കാൻ ഉച്ചത്തിലപേക്ഷിക്കും. കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു. രാത്രി മുഴുവൻ ഞാൻ കൈവിരിച്ചു പിടിച്ചു.
ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല, ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല. ഞാൻ ദൈവത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു. ഞാൻ ധ്യാനിക്കുകയും എൻ്റെ മനസ്സിടിയുകയും ചെയ്യുന്നു. കണ്ണു ചിമ്മാനവിടുന്നെന്നെ അനുവദിക്കുന്നില്ല. സംസാരിക്കാനാവാത്ത വിധം ഞാനാകുലനാണ്, സംസാരിക്കാനാവാത്ത വിധം ഞാനാകുലനാണ്. ഞാൻ ദൈവത്തോടുച്ചത്തിൽ നിലവിളിക്കും, അവിടുന്നു കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും. ഞാൻ ദൈവത്തോടുച്ചത്തിൽ നിലവിളിക്കും, അവിടുന്നു കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും. ഞാൻ കഴിഞ്ഞ കാലങ്ങളോർക്കുന്നു, പണ്ടത്തെ സംവത്സരങ്ങളെ സ്മരിക്കുന്നു. രാത്രിയിൽ ഞാൻ ഗാഢചിന്തയിൽ മുഴുകുന്നു. ഞാൻ ധ്യാനിക്കുകയും എൻ്റെ ആത്മാവിലി ചോദ്യമുയരുകയും ചെയ്തു. കർത്താവെന്നേക്കുമായി തള്ളിക്കളയുമോ? ഇനിയൊരിക്കലും അവിടുന്ന് പ്രസാദിക്കുകയില്ലേ? ഇനിയൊരിക്കലും അവിടുന്ന് പ്രസാദിക്കുകയില്ലേ? അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ? അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ? കൃപ കാണിക്കാൻ ദൈവം മറന്നുപോയോ? അവിടുന്ന് കോപത്താൽ തൻ്റെ കരുണയുടെ വാതിലടച്ചു കളഞ്ഞുവോ? അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണെൻ്റെ ദുഃഖ കാരണം എന്നു ഞാൻ പറഞ്ഞു. ഞാൻ ദൈവത്തോടുച്ചത്തിൽ നിലവിളിക്കും, അവിടുന്നു കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും. ഞാൻ ദൈവത്തോടുച്ചത്തിൽ നിലവിളിക്കും, അവിടുന്നു കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും.
അവന്റെ പ്രവൃത്തികളോർമ്മിക്കും. പണ്ടങ്ങു ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും. ഞാൻ അങ്ങയുടെ സകല പ്രവൃത്തികളെയും പറ്റി ധ്യാനിക്കും. അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെ പറ്റി ചിന്തിക്കും. ദൈവമേ, അങ്ങയുടെ മാർഗം പരിശുദ്ധമാണ്. നമ്മുടെ ദൈവത്തെ പോലുന്നതനായാരുണ്ട്? ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങു തന്നെ. അവിടുത്തെ കരം അവിടുത്തെ ജനത്തെ യാക്കോബിന്റെയും ജോസഫിന്റെയും സന്തതികളെ രക്ഷിച്ചു. ദൈവമേ, സമുദ്രം അങ്ങയുടെ മുമ്പിൽ പരിഭ്രമിച്ചു. അങ്ങയെ കണ്ട് അഗാധം ഭയന്നു വിറച്ചു. മേഘം ജലം വർഷിച്ചു, ആകാശമിടി മുഴക്കി. അങ്ങയുടെ മിന്നലുകൾ ലോകത്തെ പ്രകാശിപ്പിച്ചു. ഭൂമി നടുങ്ങി വിറച്ചു. അങ്ങയുടെ വഴി സമുദ്രത്തിലൂടെയും അങ്ങയുടെ പാത പെരുവെള്ളത്തിലൂടെയുമായിരുന്നു. അങ്ങയുടെ കാൽപ്പാടുകൾ അദൃശ്യമായിരുന്നു. മോശയുടെയും അഹരോന്റെയും നേതൃത്വത്തിൽ അങ്ങയുടെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ അങ്ങു നയിച്ചു. ഞാൻ ദൈവത്തോടുച്ചത്തിൽ നിലവിളിക്കും. അവിടുന്നു കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും. ഞാൻ ദൈവത്തോടുച്ചത്തിൽ നിലവിളിക്കും. അവിടുന്നു കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും.